പോലീസിൽ നൽകിയ പരാതിയിൽ പിന്നീട് ഇവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല? ഇല്ല ഇല്ല, ഉണ്ടായില്ല. അക്കാര്യത്തിൽ പാർട്ടി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടോ ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അല്ല, അനസിനൊപ്പമുണ്ട് എന്ന് പാർട്ടി പറയുന്നുണ്ട്. പക്ഷേ ഈ ആർക്കെതിരെയാണോ പരാതി നൽകിയിരിക്കുന്നത് അവർക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടുമില്ല അല്ലേ? കേസെടുത്തിട്ടില്ല. FIR ഇട്ടു, കേസെടുത്തിട്ടില്ല. അവരിപ്പോഴും കോളേജിൽ തന്നെ ഉണ്ട്. കോളേജിലെ പ്രിൻസിപ്പൽ ഇടപെട്ട് ഇക്കാര്യത്തിൽ അനസിൽ നിന്ന് കൃത്യമായ വിവരങ്ങളൊക്കെ എടുത്തതല്ലേ? കോളേജിൽ നിന്ന് ഇവരെ പുറത്താക്കിയോ? കാരണം കോളേജിൽ വെച്ച് അതേ കോളേജിലെ ഒരു ഭിന്നശേഷിക്കാരനായ ഒരാളെ ഉപദ്രവിച്ചെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കാമല്ലോ പ്രിൻസിപ്പലിന്. അതും ഉണ്ടായിട്ടില്ല. അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർക്ക് സംരക്ഷണം കിട്ടുകയാണ്. അനസിന് അതാണ് പേടി അല്ലേ? അതാണ് പേടി. അനസ് ധൈര്യമായിരിക്കും. കാരണം ഇവിടെ ഒരു നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു നാടാണല്ലോ. നമുക്ക് വി ജോയ് MLA CPIM ജില്ലാ സെക്രട്ടറിയാണ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് നമ്മളൊന്ന് ഇക്കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് അന്വേഷിക്കാം, താനുമായി ബന്ധമില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ വി ജോയ് നമ്മുടെ ടീമിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. SFI ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഈ ജില്ലാ സെക്രട്ടറി അനസിന് തന്ന ഉറപ്പ് എന്തായിരുന്നു? ഈ ജോയ് സഖാവ് തന്ന ഉറപ്പെന്ന് പറയുമ്പോൾ ഞാൻ ഈ കേസ് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രത്തിൽ കണ്ട നിന്റെ കാര്യമില്ല. ഞാൻ പറഞ്ഞു അതെ, കേസിൻ്റെ പരമായിട്ട് പോകും എന്ന് പറഞ്ഞു ജോയ് സഖാവ്. അദ്ദേഹമാണ് ഇപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അനസ് ഇക്കാര്യത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? പരാതി പിൻവലിക്കാൻ പോകുന്നില്ലല്ലോ? ഇല്ല ഇല്ല, നിയമപരമായി മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ തീരുമാനം. അനസ്, ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, അവിടെ SFIയിൽ ചേരാനോ അല്ലെങ്കിൽ SFI യൂണിറ്റിന്റെ ഭാഗമാകാനോ ഒക്കെ അനസിനോട് ആവശ്യപ്പെട്ടിരുന്നോ? ഞാൻ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി മെമ്പറാണ്, ഇസ്ലാമിക് സ്റ്റഡി ഡിപ്പാർട്ട്മെന്റ് തല കമ്മിറ്റി മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ അതിലും ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിന് അനസിനോട് ഇങ്ങനെ ഇവർ ചെയ്യണം? മറ്റൊരു പാർട്ടിക്കാരനാണെങ്കിൽ, ഇപ്പോൾ KSUവിന്റെ ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യം എന്തെങ്കിലും കരുതാം. ഇത് ഒരേ പാർട്ടിയിൽപ്പെട്ട അതും പ്രാദേശികമായും പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാൾ ആ കോളേജിൽ വിദ്യാർത്ഥിയായി വരുമ്പോൾ അയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? ഇത് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അനസ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അവർക്ക് വ്യക്തിപരമായിട്ട്, അതായത് ആദ്യം ഇങ്ങനെ ഒരു പരാതി ഞാൻ പ്രാദേശികമായിട്ട് കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് എൻ്റെ പേരിൽ വ്യക്തിപരമായിട്ട് ദേഷ്യവും പകയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അതായത് ഞാൻ വലിയ ആളായി പോകുന്നു, പരാതിപ്പെട്ടു. ആദ്യം മോശമായി പെരുമാറിയത് അവർ തന്നെയാണ് അല്ലേ? അവർ തന്നെയാണ്. ഇക്കാര്യത്തിൽ പ്രിൻസിപ്പലിന്റെ അടക്കം പ്രതികരണം എടുക്കാൻ ഞങ്ങളും ഒന്ന് ശ്രമിക്കാം. നമുക്ക് എന്താണ് ഇതിലൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. അനസ് കോളേജിൽ പോകാതെ ഒന്നും ഇരിക്കണ്ട. കാരണം കോളേജിൽ പോയി പഠിച്ച് എന്താണ് അനസിന്റെ ആഗ്രഹം? എന്താണ്? അധ്യാപകനാകാനാണോ? എന്താണ് ആഗ്രഹം? കോളേജിൽ പോയി പഠിച്ചു എനിക്ക് PSC എഴുതി, അതിലോട്ടാണ് എന്നിപ്പം ഇത്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PSC കൂടി എഴുതി ഒരു ജോലി കിട്ടുക, അതാണ് അനസ് ആഗ്രഹിക്കുന്നത് അല്ലേ? PSC ജോലി കിട്ടണ്ട, അതാണ്. അനസ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. കോളേജിൽ, അതായത് ഈ പ്രിൻസിപ്പലിന്റെ പ്രതികരണം അടക്കം എടുക്കാം. ഞങ്ങളുടെ ടീം എന്തായാലും ഈ വിഷയത്തിൽ, ഈ വാർത്തയിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ വി ജോയ് MLA ഇപ്പോൾ വിളിച്ചു, അദ്ദേഹം അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളത് ഫോളോ അപ്പ് ചെയ്തോളാം. അനസ് കോളേജിൽ പോകാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ? വീട്ടിലെല്ലാവരും സപ്പോർട്ടല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വാപ്പുണ്ട്, ഉമ്മ ഉണ്ട്, ചേട്ടനുണ്ട്. അവരൊക്കെ പേടിച്ചോ ഇങ്ങനെയൊക്കെ നടന്നപ്പോ? വാപ്പയും ഉമ്മയൊക്കെ പേടിച്ചോ? അവർക്ക് ഇപ്പോഴും പേടിയാണ്. ഇനി ഞാൻ കേസ് കൊടുത്തതിന്റെ പേരിൽ അവർ വീണ്ടും എന്നെ ഉപദ്രവിക്കുമോ എന്ന് ഇപ്പോഴും അവർക്ക് പേടിയാണ്. എന്തായാലും ഇപ്പോൾ പൊതുജനങ്ങൾ മുഴുവൻ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അനസിനെ അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് അവരാണ് എന്നുള്ളത് അനസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ധൈര്യമായിട്ടിരിക്കും അനസ്. ആരും മനസ്സിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. പരിക്കേറ്റ അനസാണ് നമ്മളോട് സംസാരിച്ചത്.